ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസൊക്കെ ആയിട്ട് നമ്മുടെ ഇൻഹൗസ് എക്സ്പെർട്ട് ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാറും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. മോർണിംഗ് വിഷ്ണു, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ആദ്യം നമുക്ക് ക്രൂഡിൻ്റെ ഒരു ടേക്ക് അറിയേണ്ടതുണ്ട്. കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഇന്നിപ്പോൾ ഒരു ട്രേഡിംഗ് നടക്കുന്ന WT ക്രൂഡിലും ബ്രണ്ടിലൊക്കെ തന്നെ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്കളുടെ ഒരു ടേക്ക് ഇപ്പോൾ ക്രൂഡിൽ എന്താണുള്ളത്? വിഷ്ണു, ക്രൂഡിൻ്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ബട്ട് കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിലെ ക്രൂഡിൻ്റെ കേസിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ $63.50 സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യണം. സർ, ഗോൾഡിലോട്ട് വരുമ്പോൾ ഇപ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ള നിലയിലാണ് ഒരു ട്രേഡിംഗ് നടക്കുന്നത്. 5183 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഗോൾഡിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? സ്വർണത്തിൻ്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. സ്വർണത്തിൻ്റെ കേസിലും കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നേരിയ ഒരു കൺസോൾട്ടേഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $5100 ലെവലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 5274 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. സർ, US മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഇന്നലെ ഇടിവാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നാസ്ഡാക്കിൽ 1% മുകളിലേക്ക് ഒരു ഇടിവ് രേഖപ്പെടുത്തിയതായിട്ട് കണ്ടു. S&P 500-ൽ 0.5% ഒരു ഇടിവ് എന്ന രീതിയിലാണ് ക്ലോസ് ചെയ്തത്. ഡൗ ആണെങ്കിൽ ഒരു ഫ്ലാറ്റ് നിലയിലുള്ള ഒരു ക്ലോസിംഗാണ് എടുത്തത്. മാത്രമല്ല AI ആശങ്കകളൊക്കെ ഇപ്പോഴും ഉണ്ട് എന്ന രീതിയിലൊക്കെ തന്നെയാണ് മാർക്കറ്റ് ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ പ്രധാനമായും AI സ്റ്റോക്കുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത്. താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ ഈ ഒരു US മാർക്കറ്റിൽ എന്താണ്? നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വൈസ് ആയി തന്നെ തുടരുന്നു. ലോങ് ടേം ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ 24,400 ആയിരിക്കും. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. നമ്മൾ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 25,450 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഇന്നത്തെ മാർക്കറ്റിൽ ആ ഒരു റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാൻ. നമുക്ക് നല്ല ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വന്നിരുന്ന എൻവിഡിയയുടെ കേസിലായിരുന്നു. ബട്ട് എൻവിഡിയയുടെ കേസിൽ ഇന്നലെ വലിയൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു നടന്നത്. എൻവിഡിയയുടെ കേസിൽ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ലെവൽ $175. ആൻഡ് ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ എൻവിഡിയയുടെ കേസിലും പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്. നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സിലോട്ട് വരുമ്പോഴേക്കും ഡൗ ജോൺസ് ഇൻഡെക്സിലും നമുക്ക് സൈഡായിട്ട് ഒരു മൂവ്മെന്റ് കാണാൻ സാധിച്ചത്. ഈ ഒരു ഇൻഡെക്സിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 48,700 റെസിസ്റ്റൻസ് ആയിട്ട് 50,000 പോയിന്റും ആയിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സർ, ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ നിഫ്റ്റി 50യെ സംബന്ധിച്ച് ഇന്നലെ ഒരു നേരിയൊരു നേട്ടം മാത്രമേ കണ്ടുള്ളൂ. 14 പോയിൻ്റ് ഒരു നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. 25,496 എന്നൊരു നിലയിലാണ് ഇന്നലത്തെ ക്ലോസിംഗ് എടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രത്യേകിച്ച് നിഫ്റ്റി 50യിൽ എന്താണ് ഇപ്പോൾ ഉള്ളത്? നിഫ്റ്റി 50 ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വൈസ് ആയി തുടരുന്നു. ഈ ഒരു ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് വീണ്ടും 25,300 പോയിന്റിന്റെ സപ്പോർട്ട് ആയിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ലോങ് പൊസിഷൻസ് ഇൻഡെക്സിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യരുത്. നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കണമെങ്കിൽ 26,000 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഇന്നത്തെ മാർക്കറ്റിൽ ആ ഒരു റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട്. സർ, ബാങ്ക് ഇൻഡെക്സിലോട്ട് വരുമ്പോൾ നിഫ്റ്റി ബാങ്ക് ഇന്നലെ 61,187 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റിയിൽ എന്താ നിഫ്റ്റി 50യുമായി കമ്പയർ ചെയ്യുമ്പോൾ അല്പം കൂടി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നു. 144 പോയിൻറ്റിൻ്റെ ഒരു നേരിയ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നലെ ക്ലോസിംഗ് എടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ബാങ്ക് ഇൻഡെക്സിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവൽസുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തുടരുന്നുണ്ട്. ബട്ട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കണമെങ്കിൽ നിലവിലുള്ള ഓൾ ടൈം ഹൈ 61,764 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സോ വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സി. നമ്മൾ അറ്റ് ദ സെയിം ടൈം സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട 59,900 പോയിന്റ് ആയിരിക്കും. നമുക്ക് വീണ്ടും നമ്മൾ നിഫ്റ്റി ബാങ്കിങ് സെക്ടർ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും HDFC ബാങ്കിന്റെ കേസിൽ വീണ്ടും വലിയൊരു സെല്ലിംഗ് പ്രഷറായിരുന്നു ഇന്നലെ കാണാൻ സാധിച്ചത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ആക്സിസ് ബാങ്കിന്റെ കേസിൽ സൈഡ് വേസ് ആയിട്ടായിരുന്നു ഒരു മൂവ്മെന്റ് കാണാൻ സാധിച്ചത്. ആൻഡ് ICICI ബാങ്കിന്റെ കേസിൽ നമ്മൾ നോക്കുമ്പോഴേക്കും കാണാൻ സാധിക്കുന്നത് വീണ്ടും ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ആയിരുന്നു. ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ
420 രൂപയുടെ റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ലാർജ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിൽ ശക്തമായിട്ട് ഇന്നലെ നമുക്കൊരു മൂവ്മെന്റ് കാണാൻ സാധിച്ചു. ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ കേസിലായിരുന്നു. ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ കേസിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 980 രൂപ. സർ, ഇന്നലെ സെക്ടർ വൈസ് പെർഫോമൻസ് നോക്കുമ്പോൾ ഏറ്റവും മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെച്ചതെന്ന് പറയുന്നത് ഫാർമയാണ്. ഫാർമ ഓഹരികളിലൊക്കെ പലതിലും നമുക്കൊരു മുന്നേറ്റം കാണാൻ സാധിച്ചിരുന്നു. ഫാർമ ഇന്നലെ 1% മുകളിലേക്ക് ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ഈ ഒരു ഇൻഡെക്സ് ക്ലോസ് ചെയ്തത്. ഫാർമ ഇൻഡെക്സിൽ താങ്കളുടെ ടേക്കും ഒപ്പം താങ്കൾ വാച്ച് ചെയ്യുന്ന ഏതെങ്കിലും ഫാർമ ഓഹരികൾ നിലവിലുണ്ടോ? സോ നമുക്ക് ഫാർമ ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നമുക്ക് ജനുവരി മാസത്തിൽ നമ്മൾ കണ്ടിരുന്ന ഒരു 52 വീക്ക് ഹൈ ലെവൽ ടെസ്റ്റ് ചെയ്യപ്പെടുന്നു. മൈ എക്സ്പെക്ടേഷൻ ഫാർമ ഇൻഡെക്സിൽ താമസിക്കാതെ തന്നെ നമുക്കൊരു പുതിയ 52 വീക്ക് ഹൈ കാണാൻ സാധിക്കും. ഫാർമ ഇൻഡെക്സിന്റെ ഇന്നലത്തെ മൂവ്മെന്റിനെ നയിച്ചത് മാൻകൈൻഡ് ഫാർമയായിരുന്നു. മാൻകൈൻഡ് ഫാർമയുടെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റോക്കിൽ പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഈ സ്റ്റോക്കിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 2370 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. നാറ്റ്കോ ഫാർമയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നുണ്ട്. ബട്ട് ഈ ഒരു കേസിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് 920 സപ്പോർട്ടായിരിക്കണം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സാറിന് NBCCയുടെ വ്യൂ ആണ് അറിയേണ്ടത്. NBCC സംബന്ധിച്ച് പുതിയൊരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. 775 കോടിയാണ് ഓർഡർ മൂല്യമെന്നാണ് മനസ്സിലാക്കുന്നത്. ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയിൽ നിന്നാണ് ഈ ഒരു ഓർഡർ ഇപ്പോൾ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ 0.5% ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. 94 നിലവിലത്തെ ഒരു പ്രൈസ്. വീക്ക്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു സൈഡ് വൈസ് പാറ്റേൺ ആണ് കാണുന്നത്. എന്നാൽ മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ മാസമൊക്കെ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ക്ലോസിംഗ് ആയിരുന്നു NBCC നടത്തിയത്. താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ NBCCയുടെ ഓഹരിയിൽ എന്താണ്? NBCC is a small cap stock and നമുക്ക് ഡിസംബർ മാസം മുതൽ തുടർച്ചയായിട്ട് സെല്ലിംഗ് പ്രഷർ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. നമ്മൾ റിയാലിറ്റി സെക്ടറിൽ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സ്റ്റോക്ക് ഗോദ്രേജ് പ്രോപ്പർട്ടി. ഗോദ്രേജ് പ്രോപ്പർട്ടിയുടെ കേസിൽ ഫെബ്രുവരി തുടക്കം മുതൽ തന്നെ നല്ലൊരു അപ്വേർഡ് മൂവ്മെന്റിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ലോങ് ടേം ട്രെൻഡ് സ്റ്റിൽ ഇസ് ബെയറിഷ്. ബട്ട് ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 1715 രൂപ. എനിക്ക് തോന്നുന്നില്ല ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. അറ്റ് ദ സെയിം ടൈം ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കുമെങ്കിൽ ആദ്യം തന്നെ 1850 അതിനുശേഷം 1885 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 150 മുതൽ 200 രൂപയുടെ നേട്ടം ഈ സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. സാറിന് ടാറ്റ സ്റ്റീലിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 2400 കോടിയുടെ ഓഹരികൾ കമ്പനി വാങ്ങിയെന്നാണ് ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് ആയിട്ടുള്ളത്. ടി സ്റ്റീൽ ഹോൾഡിങ്ങിൻ്റെ ഓഹരികളാണ് വാങ്ങിയതായിട്ട് മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ ഒരു ഓഹരിയുടെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കൺസോൾട്ടേഷനൊക്കെ ശേഷം വീണ്ടും ഒരു റാലി തുടരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മാസം നോക്കുമ്പോഴും ഓഹരിയെ സംബന്ധിച്ച് ഓൾമോസ്റ്റ് ഒരു 11% നേട്ടം രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ടാറ്റ സ്റ്റീലിലെ ഓവറോൾ ട്രെൻഡ് എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഒപ്പം നിക്ഷേപകർ ഇപ്പോൾ സ്വീകരിക്കേണ്ട നിലപാട് ടാറ്റ സ്റ്റീലിൽ എന്താണ്? ടാറ്റ സ്റ്റീലിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഡിസംബർ മാസത്തിന് ശേഷം കണ്ടിന്യൂസ്ലി നമുക്കൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന റെസിസ്റ്റൻസ് ഇന്നലെ ആ റെസിസ്റ്റൻസ് ലെവലായിരുന്നു ടെസ്റ്റ് ചെയ്യപ്പെട്ടത്. ആദ്യത്തെ 215. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 220, 225. സാറിന് ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. നമുക്കറിയാവുന്നതാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളൊക്കെ തന്നെ ഓഹരിയിലൊരു നേരിയൊരു ബെയറിഷ് ട്രെൻഡ് ഉണ്ടായിരുന്നു. ഷോർട്ട് ടൈം ട്രെൻഡ് ബെയറിഷ് ആയിരുന്നു. അതിനുശേഷം നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഈ ഒരു മന്ത്ലി ട്രേഡിംഗ് എടുക്കുമ്പോൾ ഇപ്പോൾ ഒരു നേട്ടം രേഖപ്പെടുന്നുണ്ട്. ഇന്നലെ ആണെങ്കിലും 3.8% ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രെൻഡ് റിവേഴ്സൽ സാധ്യത ഇപ്പോഴുണ്ടോ? തീർച്ചയായിട്ടും. സോ ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ്സിന്റെ കേസിൽ ജനുവരി അവസാനത്തോടു കൂടിയായിരുന്നു മേജർ ബോട്ടം കാണാൻ സാധിക്കുന്നത്. ഏകദേശം 2150 രൂപയ്ക്ക് അടുത്തായിരുന്നു ബോട്ടം.
ആൻഡ് അതിനുശേഷം തുടർച്ചയായിട്ട് നമുക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് വന്നതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ പൊസിഷൻ. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 2890. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പുതിയ ദ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. സാറിന് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ഇൻഡസ്ഇൻഡ് ബാങ്ക് 964 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇന്നലെ 2.91% നേട്ടം രേഖപ്പെടുത്തിയിരുന്നു. ഷോർട്ട് ടൈം ട്രെൻഡ് നമ്മൾ ഈ കഴിഞ്ഞൊരു കുറച്ച് മാസങ്ങളായി നോക്കുമ്പോൾ, എസ്പെഷ്യലി ഒക്ടോബർ തുടങ്ങി നോക്കുമ്പോൾ നേരിയ തോതിലൊരു നേട്ടം രേഖപ്പെടുത്തി എല്ലാ മാസവും ക്ലോസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓഹരിയിൽ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്? ഈ ഒരു നേട്ടം തുടരാനുള്ള ഒരു സാഹചര്യമാണോ ഉള്ളത്? സോ ഇൻഡസ്ഇൻഡ് ബാങ്കിൽ ആ ഒരു ഫൈനാൻഷ്യൽ ഫ്രോഡിനെ തുടർന്ന് വലിയൊരു സെൽ ഓഫ് ആയിരുന്നു 2024 നമുക്ക് കാണാൻ സാധിച്ചത്. ബട്ട് മാർച്ച് 2025 മുതൽ ഗ്രാജുവലായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു നല്ല ബേസസ് ഫോം ചെയ്തതിനെ തുടർന്ന് ഗ്രാജുവലായിട്ട് നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് നമുക്ക് എസ്പെഷ്യലി ഒരു മാസത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ടെന്ന് കൺഫേം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന അടുത്ത മേജർ റെസിസ്റ്റൻസ് 1080 ആയിരിക്കും. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് വീണ്ടും ഈ സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. സർ, ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ 2.62% നേട്ടത്തിൽ 1273 എന്ന നിലയിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. താങ്കളുടെ എക്സ്പെക്റ്റേഷൻ BDL ഇപ്പോൾ എന്താണ്? ഭാരത് ഡൈനാമിക്സിന്റെ കേസിൽ മറ്റ് ഡിഫൻസ് സ്റ്റോക്സിനോടൊപ്പം തന്നെ കഴിഞ്ഞ മെയ് മാസം മുതൽ തുടർച്ചയായിട്ട് സെല്ലിംഗ് പ്രഷർ വന്നിരിക്കുന്നത്. ആൻഡ് ആ ഒരു സെല്ലിംഗ് പ്രഷറിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ബട്ട് കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷന്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും ഈ സ്റ്റോക്കിൽ 1220 രൂപയിൽ നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ബട്ട് നമ്മളൊരു അല്പം എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ 1220 സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കറന്റ് ലെവൽസിൽ തന്നെ അഗേൻസ്റ്റ് ദ ട്രെൻഡ് ഒരു പൊസിഷൻ എടുക്കാൻ സാധിക്കും. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 1320, അതിനുശേഷം 1400. 1400 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ആൻഡ് 1560 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ട്രെൻഡും ബുള്ളിഷായി മാറും. സാർ, ഇനി അറിയേണ്ട 2 ഓഹരി എന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഓഹരി ഒന്ന്, കൂടാതെ ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾ. ഈ 2 ഓഹരികളും നോക്കുമ്പോൾ 2 ഓഹരികളും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലെ 2% മുകളിലേക്ക് ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ഓഹരികൾ ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ 2 ഓഹരികളുടെ ഒരു ടേക്ക് താങ്കളൊന്ന് പറയാമോ? ടാറ്റ മോട്ടോർ പാസഞ്ചർ വെഹിക്കിളിന്റെ കേസിൽ ഡിസംബർ മുതൽ ജനുവരി അവസാനം വരെ ഒരു ബ്രോഡ് നല്ലൊരു കൺസോൾട്ടേഷൻ ആയിരുന്നു ഫോം ആയത്. ആൻഡ് ആ ഒരു കൺസോൾട്ടേഷനെ തുടർന്ന് 320 രൂപയ്ക്ക് അടുത്ത് വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസും ഫോം ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം ഫെബ്രുവരി മാസത്തിൽ തുടർച്ചയായിട്ട് നമുക്ക് ബൈയിങ് ഇൻട്രസ്റ്റും കാണാൻ സാധിച്ചു. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി ഹെഡ് ടേൺഡ് ബുള്ളിഷ്. ഇന്നലത്തെ ആ ഒരു സ്ട്രോങ് ക്ലോസിനെ തുടർന്ന് നമുക്ക് ലോങ് ടേം ട്രെൻഡും ബുള്ളിഷ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. 395 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡും ബുള്ളിഷായി മാറും. അറ്റ് ദ സെയിം ടൈം ടാറ്റ മോട്ടോർ കമേഴ്ഷ്യൽ വെഹിക്കിൾസ് നോക്കുമ്പോഴേക്കും ഡീമേർജറിന് ശേഷം നവംബർ മാസത്തിലെ ഡീമേർജറിന് ശേഷം തുടർച്ചയായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 502. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. ഇനി ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ വ്യൂ ആണ് അറിയേണ്ടത്. ഓഹരി ഇന്നലെ 1% നേട്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 268 എന്നൊരു പ്രൈസാണ് നമുക്ക് ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് കാണുന്നത്. സർ, ഒരു വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു 3rd വീക്കിന് മുമ്പ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എടുത്തതിന് ശേഷം പിന്നീട് ഒരു വീക്കിലി ട്രേഡിങ്ങിൽ ഇപ്പോൾ ഒരു കൺസോൾട്ടേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. SCAയിൽ എന്താണ് താങ്കൾ ഇപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ഷിപ്പിംഗ് കോർപ്പറേഷൻ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ സ്റ്റോക്കിലെ വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. നമുക്ക് കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 250 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. 282 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ സ്റ്റോക്കിൽ നമുക്കൊരു വലിയ അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും.
സാറിന് വെൽസ്പൺ കോർപ്പിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 824 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ മികച്ചൊരു നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു. 3.5% നേട്ടമാണ് നമുക്ക് ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 3 മാസം ഒരു ബെയറിഷ് ട്രെൻഡ് അല്ലെങ്കിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിങ്ങിന് ശേഷം ഈ ഒരു മാസം നോക്കുമ്പോൾ നമുക്കൊരു നേട്ടമാണ് ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. ഓൾമോസ്റ്റ് 13% നേട്ടം രേഖപ്പെടുത്തി കഴിഞ്ഞു. ഈ ഒരു നേട്ടം തുടരാനുള്ള ഒരു സാധ്യതയാണോ താങ്കൾ കാണുന്നത്? സോ വലിയൊരു സെൽ ഓഫിന് ശേഷം നമുക്ക് ഫെബ്രുവരി തുടക്കത്തിൽ തന്നെ ഈ സ്റ്റോക്കിൽ ഒരു മേജർ സപ്പോർട്ട് ഫോം ചെയ്തിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. 708 രൂപയിലായിരുന്നു ആ ഒരു മേജർ സപ്പോർട്ട്. അതിനുശേഷം ഗ്രാജുവലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ബൈയിങ് ഇൻട്രസ്റ്റിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ടെന്ന് കൺഫേം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 760 സപ്പോർട്ട് ശ്രദ്ധിക്കുക. 763 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡും ബുള്ളിഷായി മാറും. സർ, ഹിൻകോപ്പറിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. നമുക്ക് അറിയാവുന്നതാണ്, വലിയ രീതിയിലൊക്കെ ഒരു ബുള്ളിഷ് ട്രെൻഡ് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഓഹരി രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു. 583 എന്ന നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഹയർ ലെവൽസിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ നേരിയൊരു ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു നില ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഹിൻകോപ്പറിൽ വീണ്ടും ഒരു റാലിക്കുള്ളൊരു സാധ്യത ഉണ്ടോ? തീർച്ചയായിട്ടും. സോ ഹിന്ദുസ്ഥാൻ കോപ്പറിന്റെ കേസിൽ ഡിസംബർ മാസത്തിന് ശേഷം വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ബട്ട് കഴിഞ്ഞ 3 ആഴ്ചകളായിട്ട് ഈ സ്റ്റോക്കിൽ വളരെ ഹെൽത്തി ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 520 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. 601 രൂപയുടെ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ഒരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ട് വീണ്ടും കൺഫേം ചെയ്യാൻ സാധിക്കും. സാറിന് ടി ഡി പവറിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ നേരിയൊരു നേട്ടമാണ് രേഖപ്പെടുത്തിയത്. 881 എന്ന നിലയിലാണ് സ്റ്റോക്കിൽ ഇപ്പോഴൊരു ട്രേഡിംഗ് നടക്കുന്നതായിട്ട് കാണുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നമുക്കൊരു വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞൊരു 5 വീക്ക് മുതൽ അല്ലെങ്കിൽ ഒരു ജനുവരി ലാസ്റ്റ് വീക്ക് മുതൽ സ്റ്റോക്കിലൊരു റാലി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. താങ്കളുടെ ടേക്ക് ഇപ്പോൾ ഈ ഒരു ഓഹരിയിൽ എന്താണ്? ടി ഡി പവർ ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും നമുക്ക് ജനുവരി അവസാനത്തോടു കൂടി വന്നിരിക്കുന്ന ബൈയിങ് ഇൻട്രസ്റ്റിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ പുതിയ പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാം. 860 സപ്പോർട്ടായിരിക്കാം ശ്രദ്ധിക്കേണ്ടത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 930, അതിനുശേഷം 945, 970. സാറിന് അദാനി എനർജി സൊല്യൂഷൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 1% നേട്ടമാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. 1023 എന്നൊരു പ്രൈസിലാണ് നിലവിലത്തെ ഒരു ട്രേഡിംഗ് നമുക്ക് കാണുന്നത്. നമുക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളൊക്കെ ആയിട്ട് നോക്കുമ്പോൾ ഒരു സൈഡ് വേസ് പാറ്റേൺ ആണ് ഈ ഒരു ഓഹരിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഈ ഒരു ഓഹരിയിൽ എന്താണിപ്പോൾ? അദാനി എനർജി സൊല്യൂഷൻ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ മാത്രമല്ല, നമ്മൾ അദാനി ഗ്രൂപ്പ് സ്റ്റോക്സിൽ ഓൾമോസ്റ്റ് ഏത് സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാലും കഴിഞ്ഞൊരു 2-2.5 മാസമായിട്ട് വളരെ ഹൈ വോളറ്റിലിറ്റിയാണ് കാണാൻ സാധിക്കുന്നത്. സോ ഈ ഒരു സ്റ്റോക്കിൽ ഞാൻ പേഴ്സണലി ഒരു ട്രേഡിംഗ് പൊസിഷൻ അഡ്വൈസ് ചെയ്യത്തില്ല. ഈ സ്റ്റോക്ക് മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്ന 1070 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. ഇനി HDFC ബാങ്കിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ 1% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. 898 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ഹയർ ലെവൽസിൽ നിന്ന് ഇപ്പോൾ ഒരു ഡൗൺവേർഡ് ട്രെൻഡാണ് കാണുന്നത്. കഴിഞ്ഞൊരു 2 മാസമായിട്ടൊക്കെ തന്നെ നേരിയൊരു ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. HDFC ബാങ്കിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി HDFC ബാങ്ക് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഇൻഫാക്ട് നമ്മൾ HDFC ബാങ്കിന്റെ പെർഫോമൻസ് നോക്കുമ്പോഴേക്കും നിഫ്റ്റി 50 നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ ഡ്രാഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന മേജർ സ്റ്റോക്ക് ഇസ് HDFC ബാങ്ക്. അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സാറിന് SBI ലൈഫിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ 0.5% നേട്ടം രേഖപ്പെടുത്തി 2082 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. നമുക്ക് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ കഴിഞ്ഞൊരു വർഷം തൊട്ട് എടുക്കുമ്പോഴത്തേക്ക് ഒരു 50%ഒക്കെ നേട്ടം രേഖപ്പെടുത്തുന്ന രീതിയിലാണ് സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു ട്രേഡിംഗ് തുടരുന്നത്. SBI ലൈഫിൻ്റെ ഒരു ടേക്ക് അറിയണം. ഒപ്പം താങ്കൾ വാച്ച് ചെയ്യുന്ന ഏതെങ്കിലും ലൈഫ് ഇൻഷുറൻസ് സ്റ്റോക്കുകൾ നിലവിലുണ്ടോ? ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. കഴിഞ്ഞ ആഴ്ച ഈ സ്റ്റോക്ക് ഒരു പുതിയ ഓൾ ടൈം ഹൈ നൽകിയതിന് ശേഷം ഒരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ പുതിയ പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കാം. 2140 ആയിരിക്കും ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്നത്.
നമ്മൾ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ നോക്കുമ്പോഴേക്കും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഈ ഒരു സ്റ്റോക്കിലും കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് LICയുടെ കേസിൽ 900 രൂപയിൽ വളരെ മേജർ റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം പുതിയ ലോങ് പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കാം. സ്റ്റാർ ഹെൽത്തിന്റെ കേസിലും ഒരു കൺസോൾട്ടേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റാർ ഹെൽത്തിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 490. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സർ, അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ ഒരു വ്യൂ നോക്കുമ്പോൾ ഇന്നലെ ഒരു നേരിയ ഇടിവ് രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്ത് 7775 ഇപ്പോഴത്തെ ഒരു ട്രേഡിംഗ് പ്രൈസ്. മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്കൊരു ട്രെൻഡ് ലൈനിൽ നിന്നൊരു സപ്പോർട്ട് എടുത്തുകൊണ്ട് ഈ ഒരു മാസം നേട്ടത്തിൽ ട്രേഡിംഗ് തുടരുന്നതായിട്ടാണ് കാണുന്നത്. താങ്കളുടെ ടേക്ക് ഈ ഒരു ഓഹരിയിൽ എന്താണ്? ഒരു ഓൾ ടൈം ഹൈ ബ്രേക്കിനുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ? അപ്പോളോ ഹോസ്പിറ്റലിന്റെ കേസിൽ ഓൾറെഡി ബുള്ളിഷ് ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 4 ആഴ്ചകളായിട്ട് വളരെ ശക്തമായിട്ട് ഒരു ബൈങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ വന്നിരിക്കുന്നത്. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ പൊസിഷൻ. ബട്ട് ഈ ഒരു സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാൻ പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ ട്രേഡിങ്ങിന് ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 7720 സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കറണ്ട് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ഇന്നലത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് ആസ്റ്റർ മെഡിക്കൽ കെയറിൻ്റെ കേസിൽ നമുക്കൊരു ഹെൽത്ത് കെയറിൻ്റെ കേസിൽ നമുക്കൊരു നല്ല ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 660 ആൻഡ് നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 610 ഫോർട്ടിസ് ഹെൽത്തിൻ്റെ കേസിൽ നമുക്ക് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെ വളരെ ശക്തമായിട്ടായിരുന്നു ഒരു ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ആൻഡ് അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കറണ്ട് ലെവൽസിൽ നമുക്ക് വീണ്ടും പുതിയ പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാൻ നോക്കാം. 880 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇൻസിഡൻ്റ്ലി ഈ നമ്മൾ ഹോസ്പിറ്റൽ സെക്ടർ നോക്കുമ്പോഴേക്കും പാർക്ക് ഹോസ്പിറ്റൽസ് അടുത്ത കാലത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സ്റ്റോക്കായിരുന്നു. ആ ഒരു കേസിലും ലിസ്റ്റിങ്ങിന് ശേഷം തുടർച്ചയായിട്ട് നമുക്ക് നേട്ടം കാണാൻ സാധിക്കുന്നത്. ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ബട്ട് ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് കംഫർട്ടബിൾ ആണെങ്കിൽ കറണ്ട് ലെവൽസിൽ തന്നെ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കാം. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 200, അതിനുശേഷം 203, അതിനുശേഷം 209. ഇനി പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ നേരിയ ഒരു ഇടിവായിരുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞൊരു വർഷം മാർച്ച് തുടങ്ങി നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 50% ഒരു നേട്ടം രേഖപ്പെടുത്തി, ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു നേട്ടം നേരിയ തോതിലൊക്കെ രേഖപ്പെടുത്തിയാണ് ഒരു മൂവ്മെൻറ്റ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. PNBയിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? സോ പഞ്ചാബ് നാഷണൽ ബാങ്ക് ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്. ഷോർട്ട് ടേമിൽ നമുക്കൊരു സൈഡ് വൈസ് പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 123 സപ്പോർട്ടായിരിക്കും ശ്രദ്ധിക്കേണ്ടത്. 136 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ ശക്തമായിട്ട് അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ ലാർജ് PSU ബാങ്ക്സ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഇന്നലെ ഏറ്റവും അധികം നേട്ടം നൽകിയിരിക്കുന്നത് ഇറ്റ് ഈസ് ബാങ്ക് ഓഫ് ബറോഡ. അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസ് നോക്കുമ്പോഴേക്കും എഗെയിൻ അണ്ടർടോൺ ഇസ് ബുള്ളിഷ്. ആ സ്റ്റോക്കിലും പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. ഈ ഒരു സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന അടുത്ത മേജർ റെസിസ്റ്റൻസ് 182 സർ, കാനറ ബാങ്കിൻ്റെ വ്യൂ കൂടി ഒന്ന് പറയാമോ? കാനറ ബാങ്കിനെ സംബന്ധിച്ച് നേരിയൊരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. എന്നാൽ ഓഹരി നമ്മൾ അറിയാവുന്നതാണ്, മാർച്ച് തുടങ്ങി കൃത്യമായൊരു ബുള്ളിഷ് ട്രെൻഡിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ഈ മാസം പുതിയൊരു ഓൾ ടൈം ഹൈ കൂടി ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ഈ ഒരു ബാങ്കിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏതൊക്കെയാണ്? സോ കാനറ ബാങ്കിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തുടരുന്നു. ബട്ട് ഈ ഒരു സ്റ്റോക്കിൽ ഇന്നലെ പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 148 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കറണ്ട് ലെവൽസിൽ പുതിയ പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. സനി, നാറ്റ്കോ ഫാർമയുടെ വ്യൂ ആണ് അറിയേണ്ടത്. 0.62% ഇടിവാണ് ഇന്നലത്തെ ട്രേഡിങ്ങിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. 972 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത്. വലിയ രീതിയിലൊരു വോളിയം ഈ ഒരു മാസം ഈ ഒരു ഓഹരിയിൽ ട്രേഡിംഗ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ളൊരു ഇൻഡിക്കേഷൻ ഈ ഒരു ഓഹരി ഇപ്പോൾ നൽകുന്നുണ്ടോ? നാറ്റ്കോ ഫാർമ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ബട്ട് യെസ്, ഈ ഒരു ലെവലിൽ പ്രോഫിറ്റ് ടേക്കിങ്ങിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 900 മുതൽ 920. ആ സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. സാർ, ഇനി ഡിക്സൻ്റെ വ്യൂ ആണ് അറിയുന്നത്. ഡിക്സനെ സംബന്ധിച്ച് 2.62% ഇടിവാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. 10,116 ഇപ്പോഴത്തെ ട്രേഡിംഗ് പ്രൈസ്. നമുക്കറിയാവുന്നതാണ്, കൃത്യമായൊരു ബെയറിഷ് ട്രെൻഡ് കുറച്ച് മാസങ്ങളായി തന്നെ ഓഹരി ഇപ്പോൾ കീപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ളൊരു ബോട്ടം കണ്ടോ? താങ്കളുടെ ഒരു ടേക്ക് ഡിക്സണിൽ ഇപ്പോൾ എന്താണ്? വിഷ്ണു, നമ്മൾ ഇതേ ഫോർത്തിൽ കഴിഞ്ഞ ഓൾമോസ്റ്റ് 2 ആഴ്ചകളായിട്ട് പറയുന്നത്
നിഫ്റ്റി IT സെക്ടർ ട്രെൻഡ് ഇസ് വെരി വെരി ബെയറിഷ്. സോ നമ്മൾ IT സെക്ടറിലോട്ട് നമ്മൾ തൽക്കാലം പുതിയ പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കുന്നതെന്ന് മാത്രമല്ല, എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. സോ ഇൻഫോസിസ്, TCS, LTI മൈൻഡ്രി, വിപ്രോ, ഈവൻ ഡിക്സൺ ടെക്നോളജി അണ്ടർടോൺ വളരെ ബെയറിഷ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിൽ ഒന്നും തന്നെ നമുക്ക് ഇതിൻ്റെ ബോട്ടം കണ്ടുവെന്ന് കൺഫേം ചെയ്യാൻ സാധിക്കുന്നില്ല. സാറിന് ITC ഹോട്ടൽസിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ITC ഹോട്ടൽസിനെ സംബന്ധിച്ച് ഒരു നേരിയ ഇടിവാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. 178 ഇപ്പോഴത്തെ ഒരു ട്രേഡിംഗ് പ്രൈസ്. നമുക്കറിയാവുന്നതാണ്, ലിസ്റ്റിങ്ങിന് ശേഷം പിന്നീട് അങ്ങോട്ടൊരു നേട്ടമൊക്കെ രേഖപ്പെടുത്തിയിരുന്നെങ്കിലും ഒരു സെപ്റ്റംബർ മാസത്തിന് ശേഷം പിന്നീട് ഒരു ബെയറിഷ് ട്രെൻഡാണ് ഓഹരി തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ബെയറിഷ് ട്രെൻഡ് തുടരാനുള്ള ഒരു സാഹചര്യമാണോ ഇപ്പോഴും നിലവിൽ ഈ ഒരു ഓഹരിയിലുള്ളത്? ITC ഹോട്ടലിൻ്റെ കേസിൽ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് 175 രൂപയിൽ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 174 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഷോർട്ട് ടേം ബുള്ളിഷ്നെസ് നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ 190, ലോങ് ടേം ബുള്ളിഷ് റിവേഴ്സൽ കാണാൻ സാധിക്കുകയാണെങ്കിൽ 216 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാം. അറ്റ് ദിസ് പോയിന്റ് ഈ 2 റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട്. താങ്ക് യു പ്രദീപ് സാർ, ഇത്രയും അപ്ഡേറ്റ്സ് പ്രേക്ഷകർക്കായി പങ്കുവച്ചതിന്. താങ്ക് യു വിഷ്ണു. ഇന്നത്തെ ഒരു മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഇവിടെ ഡിസ്കസ് ചെയ്ത ഓരോ സ്റ്റോക്കും എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് സ്വയം പഠിക്കുക. ഒപ്പം സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് പോലുള്ളവർ ഒപ്പീനിയൻ എടുത്തതിന് ശേഷം മാത്രം നിക്ഷേപിക്കുക. നമ്മുടെ അടുത്ത ഷോ എന്ന് പറയുന്ന മാർക്കറ്റ് സ്ക്രീനറാണ്. ആ ഒരു ഷോയിൽ ഇപ്പോൾ എൻ്റെ കൂടെ മുഹമ്മദ് സഫാൻ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. നന്ദി, നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.